പവി കെയർടേക്കർ അഥവാ 90കളിലേക്ക് ഒരു മടക്കയാത്ര. കൊച്ചിയിലെ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലെ കെയർടേക്കറാണ് ദിലീപ് ചെയ്ത പവിത്രൻ എന്ന കഥാപാത്രം. അതോടൊപ്പം തന്നെ ഇതിലെടുത്ത് പറയുന്നുണ്ട്, ഏകദേശം 18 വർഷത്തോളമുള്ള പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ജോലിയിൽ പ്രവേശിച്ചത്. കൂടാതെ ധാരാളം കുടുംബ പ്രാരാബ്ധങ്ങളുണ്ട്. അതുകൊണ്ട് ഇതുവരെ അദ്ദേഹത്തിൻ്റെ വിവാഹവും കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് സിനിമയുടെ ഒരു മെയിൻ പ്ലോട്ട്. അതായത് നായകനും നായകൻ്റെ ഒരു ഏകാന്ത ജീവിതവും. പൂർണ്ണമായും ഒരു ഏകാന്ത ജീവിതം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിന് ഒരു പെറ്റുണ്ട്, ഒരു നായക്കുട്ടിയുണ്ട്. ആ നായക്കുട്ടിക്ക് സിനിമയിൽ പല ഭാഗങ്ങളിലും ഒരു ഇമ്പോർട്ടൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അമ്മാവൻ സിൻഡ്രോം ഒക്കെ ബാധിച്ച കുറച്ചൊരു എത്തിനോട്ടവും കുറച്ചൊരു കുശുമ്പും ഇങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രമാണ്. അത് അദ്ദേഹം വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രേക്ഷകന് ഈ ഒരു കഥാപാത്രം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സവിശേഷ ഗുണങ്ങളും സ്വഭാവവും എല്ലാം ഇങ്ങനെയാണെന്ന് കാണിക്കുന്നതിൽ അദ്ദേഹം തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഇതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി വരുന്ന കുറേ കഥാപാത്രങ്ങൾ, എന്തിനോ വേണ്ടി വലിച്ചു നീട്ടുന്ന ഒരു കഥ, ആവശ്യത്തിനും അനാവശ്യത്തിനും വരുന്ന കുറേ പാട്ടുകൾ, ഇതൊന്നും പോരാഞ്ഞിട്ട് നായകൻ്റെ ചില അസാധ്യ പെർഫോമൻസുകളുണ്ട്. അത് ചിലപ്പോൾ ഓൺലൈനർ കോമഡികളിലൂടെ ആവാം, സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പൊതുവെ എല്ലാവരും പറയുന്ന രീതിയിലുള്ള കുറച്ച് കോമഡികളാകും. പിന്നെ അതുകൂടാതെ തന്നെ അന്ന് 2000 മുതൽ 2010 ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം ചെയ്ത പല സിനിമകളിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ ഒരു റിക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിഫല ശ്രമം ഈ സിനിമയ്ക്കകത്ത് നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ സിനിമകളിലെ പല രംഗങ്ങളും ഒരു റെഫറൻസായി എടുത്തു വെച്ചിട്ടുണ്ടാവണം. ഈ ഒരു സിനിമയുടെ ഓരോ സീനും എടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, ദിലീപേട്ട ഈ ഒരു സാധനം നമുക്ക് കിട്ടണം, ഇത് കിട്ടണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചേട്ടൻ ഈ പാണ്ടിപ്പടയിലെ ഈ ഒരു അച്ചാറ് കഴിക്കുന്ന ഒരു എക്സ്പ്രഷൻ എടുത്തില്ല, ഈ ഒരു എക്സ്പ്രഷൻ ചേട്ടൻ ഈ സിനിമയ്ക്കകത്ത് ഇടണം. അത് അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച് പല കോമഡി രംഗങ്ങളിലും ചെയ്യിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ 80കളിലും 90കളിലുമൊക്കെ കണ്ട് പരിചയിച്ച ഒരു കോമഡി രംഗങ്ങളുമായിട്ട് സാമ്യമുള്ള ചില രംഗങ്ങൾ, ഉദാഹരണത്തിന് ഒരാൾ അടുക്കളയിൽ അകപ്പെടുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് മാവും മുളക് പൊടിയും ഇത്യാദി സാധനങ്ങളൊക്കെ വീഴുന്നത്, ഇതൊക്കെ അവസാനമായി എന്നാണ് ഞാനൊരു സിനിമയിൽ കണ്ടതെന്ന് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നില്ല. അതായത് അതിൽ നിന്നൊക്കെ തമാശ രംഗങ്ങൾ വളരെ വ്യത്യസ്ത തലങ്ങളിലേക്കും വളരെ മുന്നോട്ടും വന്നിരിക്കുന്നു. പിന്നെ ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി തന്നെ അണിയറ പ്രവർത്തകർ പറഞ്ഞൊരു കാര്യമാണ് ഈ സിനിമയിലെ 5 നായികമാർ. എന്തിനായിരുന്നു അവർ 5 നായികമാരെന്ന് സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്തിനോ വേണ്ടി വരുന്ന ചില കഥാപാത്രങ്ങൾ, അതുപോലെ അതിലേക്ക് കുറച്ച് നായികമാർ കൂടെ. ഈ സിനിമയിൽ വരുന്ന ഒരു അഡ്വക്കേറ്റിൻ്റെ ഒരു കഥാപാത്രം എന്തിനാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ സിനിമ വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവർക്ക് പോലും അതിന് ഉത്തരമില്ല. അതുപോലെ തന്നെ ധർമ്മജൻ്റെ ഒരു കഥാപാത്രം ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നായകന് തൻ്റെ നൊസ്റ്റാൾജിയ അയവിറക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു കഥാപാത്രം. അതായത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വളർന്നവരാണ്, അപ്പോൾ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കഥാപാത്രം. പിന്നെ ഈ സിനിമയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുറേ അന്തേവാസികളായിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും എന്തിനോ വേണ്ടി വരുന്ന ചില കഥാപാത്രങ്ങൾ, എന്തിനാണെന്ന് മാത്രം ചോദിക്കരുത്. അങ്ങനെ ഇത്യാദി കാരണങ്ങളാൽ കലങ്ങി മറിഞ്ഞു പോകുന്ന ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അത്രയും വലിച്ചു നീട്ടി ഏകദേശം ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം എത്തുമ്പോഴാണ് ശരിക്കും ഈ ഒരു മെയിൻ കഥയിലേക്ക് കടക്കുന്നത്. അതായത് നായകന് അവിചാരിതമായിട്ട് വേറൊരു വ്യക്തിയുമായി ആശയവിനിമയം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ ഈ സിനിമയുടെ കഥ പോകുന്നത് അതിനെ ചുറ്റിപ്പറ്റിയാണ്. ഈ ഒരു പ്ലോട്ട് ദ ലഞ്ച് ബോക്സ് എന്ന സിനിമയിൽ ഉള്ളതായിട്ട് ഞാൻ ഓർക്കുന്നു. പക്ഷേ ആ ഒരു സിനിമയിൽ ലോജിക്കലി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഈ ഒരു സിനിമയിൽ ലോജിക്കിൻ്റെ അഭാവം തീർത്തും മുഴച്ചു നിൽക്കുന്നുണ്ട്. അതിൻ്റേതായ ഒരു സ്വാതന്ത്ര്യം നമുക്ക് എന്തായാലും സംവിധായകന് കൊടുക്കാം. അങ്ങനെ ഇത്തരത്തിലുള്ള ആശയവിനിമയത്തിലൂടെ നായകൻ്റെ നായികയോട് ഒരു ഇഷ്ടം തോന്നുകയും ആ ഒരു ഇഷ്ടം പിന്നീട് അഗാധമായ ഒരു പ്രണയത്തിലേക്ക് വഴിമാറുകയും ചെയ്യുന്ന രീതിയിലാണ് പിന്നെ കഥ മുന്നോട്ട് പോകുന്നത്. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴേക്കും നായകൻ കുറച്ച് ഇമോഷണലി വീക്കാവുന്ന കുറച്ച് രംഗങ്ങളുണ്ട്. ഈ രംഗങ്ങളെല്ലാം ദിലീപ് അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ അഭിനയ സിദ്ധിക്കൊന്നും യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ ഇമോഷണൽ ട്രാക്കിൽ പോകുന്ന ഈ ഒരു സിനിമ പെട്ടെന്ന് കോമഡി ട്രാക്കിലേക്ക് ഗിയർ മാറുകയും അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് ആണ് ഈ ഒരു സിനിമ വഴി സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഏകദേശം 2.25 മണിക്കൂറുള്ള ഒരു മാനസിക പീഡനം തന്നെയായിരുന്നു ഈ ഒരു സിനിമ. അതായത് ഈ സിനിമ എപ്പോൾ തീരുമെന്ന് ഞാനിങ്ങനെ സമയം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിങ്ങനെ വലിച്ച് നീട്ടി അനന്തമായി നീളുന്ന ഒരു കാര്യം പോലെയാണ് എനിക്ക് തോന്നിയത്.
പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 90കളിലേക്ക് ഒരു മടക്കയാത്ര എന്നത്. അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ ഒരു കാലഘട്ടം 80കളോ 90കളോ 2000മോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമയുടെ കഥ നടക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു 80കളിൽ നിന്നോ 90കളിൽ നിന്നോ വണ്ടി കിട്ടാതെ അവിടുത്തെ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് കാലം മാറിയതറിയാതെ, നിയമങ്ങൾ മാറിയതറിയാതെ, ആൾക്കാരുടെ ചിന്താഗതി മാറിയതറിയാതെ, എന്തിനേറെ പറയുന്നു സിനിമകളിൽ വന്ന മാറ്റം, സിനിമകളുടെ ആഖ്യാന രീതിയിൽ വന്ന മാറ്റം, ഇതൊന്നും മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെയോ പഴമയിലേക്ക് ചുരുങ്ങിപ്പോയി അവിടെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ഒരു സിനിമയിൽ നായകൻ്റെ പെറ്റായിട്ട് വരുന്ന ഒരു നായക്കുട്ടി, ആ ഒരു നായക്കുട്ടിക്ക് ഒരു സിനിമയിൽ പല ഭാഗത്തും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നമ്മുടെ സിനിമാസ്വാദകർക്കിടയിൽ ഒരു അപ്രഖ്യാപിത നിയമമുണ്ട്. അതായത് ഒരു സിനിമയിൽ ഒരു പെറ്റ്, പ്രത്യേകിച്ച് ഒരു നായക്കുട്ടിയെ കാണിച്ചു കഴിഞ്ഞാൽ അത് വൈകാരികമായി നമ്മൾ ഇഷ്ടപ്പെടണം, അത് മികച്ചതായിരുന്നു എന്നൊക്കെ എടുത്ത് പറയണം എന്നുള്ളൊരു നിയമം. വ്യക്തിപരമായി എനിക്ക് പട്ടികളെയും പൂച്ചകളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ താലോലിക്കാനും ഇഷ്ടമാണ്, അവരോട് സമയം ചിലവഴിക്കാനും ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പൂച്ചക്കുട്ടനാണെന്ന് തന്നെ ഞാൻ പറയും. എന്ന് പറഞ്ഞ് സിനിമയിൽ ഒരു പൂച്ചയെ കാണിച്ചു കഴിഞ്ഞാൽ ഞാനത് ഉടനെ ഇഷ്ടപ്പെടണം എന്നൊരു നിയമമൊന്നുമില്ല. അതിന് എന്തെങ്കിലും വൈകാരികമായിട്ട് അത്രയും കണക്ട് ചെയ്യുന്ന ഒരു കഥയായിരിക്കണം. ഈ ഒരു സിനിമയിലും ദിലീപിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു പെറ്റായിട്ടുള്ള ഒരു നായക്കുട്ടിയെ പല സീനുകളിലും കാണിക്കുന്നു. എന്നാൽ എത്രത്തോളം വൈകാരികമായിട്ടുള്ള ഒരു റിലേഷൻ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന യാതൊരു കാര്യങ്ങളുമില്ല. അതൊരു നായക്കുട്ടി ആയതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടണം. ഒരുപക്ഷെ നായ്ക്കളുമായിട്ട് അതിവൈകാരികമായി ബന്ധമുള്ളവർക്ക് ഏതെങ്കിലും ഈ സിനിമയിൽ കാണിച്ച കുറച്ച് സീനുകൾ മതി. എനിക്ക് ഇതുപോലെ മൃഗങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാണിച്ചു കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കണം എന്നൊരു നിയമമൊന്നുമില്ല. നമ്മൾ വൈകാരികമായി നമുക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ അത് തോന്നുന്നില്ല എന്ന് തന്നെ എടുത്ത് പറയണം. ഈ ഒരു കാര്യവും എൻ്റെ അഭിപ്രായത്തോട് കൂട്ടിച്ചേർത്ത് പറയണമെന്ന് തോന്നി. നന്ദി.